കുറേ കാലത്തേക്ക് ഇനി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ദമ്പതികളാണോ നിങ്ങൾ? അതായത് നീണ്ട കാലത്തേക്കുള്ള ഗർഭനിരോധന മാർഗങ്ങൾ നിങ്ങളിപ്പോൾ തേടുന്നുണ്ടോ? മെയിനായിട്ട് ഇങ്ങനെയുള്ള ദമ്പതികൾക്ക് 3 മാർഗങ്ങളാണ് പറയുക. ഒന്നില്ലെങ്കിൽ നമ്മൾ കോപ്പർട്ടി ഇടണം, ഇല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ശസ്ത്രക്രിയ ചെയ്യണം. ഇതിൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ആയിട്ടുള്ള കോൺട്രാസെപ്ഷൻ ആണ്. പൊതുവേ നമുക്ക് വരുന്ന OP-യിൽ വരുന്ന സ്ത്രീകൾക്കൊക്കെ ഹോർമോണിനോടൊരു ഭയമുണ്ട്. അപ്പം ഹോർമോൺ ഇല്ലാത്ത മാർഗങ്ങളാണ് തേടി വരാറ്. അപ്പോൾ നമുക്കിന്ന് കോപ്പർട്ടി വേഴ്സസ് സ്റ്റെറിലൈസേഷൻ ശസ്ത്രക്രിയ എന്താണ് അതിന്റെ വ്യത്യാസങ്ങൾ, ഗുണങ്ങൾ എന്നൊക്കെ ഉള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇതിലേത് തിരഞ്ഞെടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഉറപ്പാണോ എന്നുള്ളതാണ്. അതായത് ഇനി കുട്ടികൾ വേണ്ട എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റെറിലൈസേഷൻ ശസ്ത്രക്രിയയിലേക്ക് പോകാം. ഇതിനെ പ്രസവം നിർത്തൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന ഒരു സർജറിയാണ്. അതായത് കീ ഹോൾ സർജറിയാണ്. ചെറിയ മുറിവുകളൊക്കെ ഇട്ട് പോയി വയറ്റിനുള്ളിൽ ചെന്ന് യൂട്രസിൻ്റെ 2 സൈഡിലുമുള്ള ഫലോപ്പിയൻ ട്യൂബിനെ നമ്മൾ മുറിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു റിങ്ങോ റബ്ബർ ബാൻഡ് പോലെ ഒരു ഫലോപ്പ് റിങ് എന്ന് പറയുന്ന സാധനം ഇടുന്നതിനെയാണ് യൂഷ്വലി നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. പല രീതിയിലും സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇതൊരു ശസ്ത്രക്രിയയാണ്. ഇത് പെർമനൻ്റ് ആണ്. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സർജറി വഴി മാത്രമേ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 100% ഉറപ്പാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്റ്റെറിലൈസേഷനിലേക്ക് പോകേണ്ടത്.